എന്ന് പറഞ്ഞാൽ എന്തുവാ? കൺസിഡറേഷൻ എഗ്രിമെന്റിന് കൊടുക്കുന്നത്. കൺസിഡറേഷൻ മീൻസ് മണി കൺസിഡറേഷൻ. ഇപ്പോൾ അഞ്ജുഷ എന്നോട് പറയുന്നു LLBക്ക് എന്നെങ്കിൽ ട്യൂഷൻ എടുത്തു തരണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നു എനിക്ക് ട്യൂഷൻ എടുത്ത് തരാം. അഞ്ജുഷ അക്സെപ്റ്റ് ചെയ്യുന്നു, അഞ്ജുഷ ക്ലാസ്സിൽ കയറി പഠിക്കുന്നു, അഞ്ജുഷ എനിക്ക് പൈസ തരും. ഈ പൈസ തരുന്നതാണെന്തോന്നു? കൺസിഡറേഷൻ. അതെ. The definition gives consideration as by Sir Frederick Pollock, which was approved by the House of Lords as is follows: an act of forbearance of one party or the promise thereof is a price of which the promise of the other is brought at a promise, thus is the value is enforceable is called consideration. മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ ഈ ഡെഫനിഷൻ അതുപോലെ ഒരു വാക്ക് മിസ്സാക്കിയിട്ട് ജില്ലാ ജഡ്ജിയുടെ പരീക്ഷ ചോദിക്കും. An act or forbearance of one party or the promise thereof is a price for which the promise of other is brought, and a promise this is for a value enforced. അപ്പോൾ എന്താണോ ഓഫറുള്ളത്, ആ ഓഫർ കൊടുക്കുമ്പോൾ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് പ്രോമിസായാൽ ആ പ്രോമിസിന് കൊടുക്കുന്ന വാല്യൂ ആണ് എന്തോന്ന്? കൺസിഡറേഷൻ. കൺസിഡറേഷൻ. അത് മണി കൺസിഡറേഷനും ആകാം. ലുഷ് ജെ ഡിഫൈൻസ് consideration as some right, interest, profit or benefit accruing to one party for some forbearance, detriment, loss or responsibility even suffered or undertaken by others. എന്താ പറഞ്ഞേക്കുന്നേ? ലഷ് ജസ്റ്റിസ് ഡിഫൈൻ കൺസിഡറേഷൻ ആസ് സം റൈറ്റ്. കൺസിഡറേഷൻ എന്ന് പറഞ്ഞതാണ് കുറച്ച് അവകാശമാണ്, റൈറ്റാണ്. ഇൻട്രസ്റ്റാണ്, ഒരു വസ്തുവിൽ നമുക്കുള്ള താല്പര്യമാണ്. ഒരു വസ്തുവിലുള്ള പ്രോഫിറ്റാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റാണ്. അക്വറിങ് വൺ പാർട്ടി, ആര് അക്വർ ചെയ്യും? റൈറ്റ് അക്വർ ചെയ്യുന്നു, ഇൻട്രസ്റ്റ് അക്വർ ചെയ്യുന്നു, പ്രോഫിറ്റ് അക്വർ ചെയ്യുന്നു, ബെനിഫിറ്റ് അക്വർ ചെയ്യുന്നു. വൺ പാർട്ടി, ഒരാൾ അക്വർ ചെയ്യുന്നു. ഫോർ സം ഫോർബിയറൻസ്, ഡിട്രിമെൻറ്റ് ഓർ ലോസ്, റെസ്പോൺസിബിലിറ്റി ഈവൻ സഫേർഡ് ടു അണ്ടർടേക്കൺ ബൈ അതേഴ്സ്. എന്തൊക്കെയാണ് അതർ പാർട്ടി എന്തൊക്കെ ചെയ്യുന്നു? അതർ പാർട്ടി ഫോർബിയറൻസ് ചെയ്യുന്നു, നഷ്ടപ്പെടുത്തുന്നു. ഡെട്രിമെൻറ്റ് ചെയ്യുന്നത് നഷ്ടപ്പെടുത്തുന്ന അർത്ഥം. ജയിലിൽ പിടിച്ചിരുന്നു, ഡെട്രിമെൻ്റ് എന്നാണ് പറയുന്നത്. ലോസ്, അയാൾക്ക് നഷ്ടപ്പെടുന്നു. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം കാണിക്കുന്നു, അയാൾ കൊടുക്കുന്നു, സഫർ ചെയ്യുന്നു, അണ്ടർടേക്കൺ ചെയ്യുന്നു. അങ്ങനെ ഒരു പാർട്ടിക്ക് ഫോർബിയറൻസ്, ഡെട്രിമെൻറ്റ്, ലോസ്, റെസ്പോൺസിബിലിറ്റി, ഈവൻ, സഫേർഡ്, അണ്ടർടേക്കൺ, ഇതെല്ലാം ഒരു പാർട്ടിക്കും മറ്റൊരു പാർട്ടിക്ക് റൈറ്റും ഇൻട്രസ്റ്റും പ്രോഫിറ്റും ബെനിഫിറ്റും അക്യൂറിയും ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന എന്തിനെയാണ്? വാല്യൂവിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി. നമ്മൾ ഒരാൾക്ക് മീൻ കച്ചവടം നടത്തുന്നത് ഇന്ന് എത്ര മീനിന് വില? അപ്പോൾ അവിടെ ഓഫർ ടു ചാഫറാണ്. ഇത് മീനിങ്ങനെ നിരത്തി വെച്ചേക്കുക. അപ്പോൾ അയാൾ പറയുന്നു 120 രൂപ. അടുത്ത് ആരുമില്ല, നമ്മൾ ചോദിച്ചാണ്, വേറെ ആരുമില്ലല്ലോ, 100 രൂപയ്ക്ക് തരുമോ? അപ്പം നമ്മൾ ആ ഓഫർ അങ്ങോട്ട് കൊടുക്കണം, 100 രൂപയ്ക്ക് തരുമോ? ശരി, തന്നേക്കാം. അപ്പോൾ നമ്മളെന്തായി? ഓഫറുമായി അക്സെപ്റ്റൻസുമായി, ശരി തന്നേക്കാമെന്ന് പറഞ്ഞു. ശരി, ആ തന്നേക്കാമെന്ന് പറഞ്ഞപ്പം പ്രോമിസ് ആയപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യുന്നു? 100 രൂപ എടുത്ത് കൊടുക്കുന്നു. കൺസിഡറേഷൻ അല്ലേ? അതെ. എന്നിട്ട് മീൻ ഇങ്ങോട്ട് വാങ്ങുന്നു. ഇങ്ങോട്ട് വാങ്ങുന്ന സമയത്ത് ഈ കൊടുക്കുന്നവർക്ക് എന്ത് കിട്ടി? ഒരു റൈറ്റ് കിട്ടി, ഇൻട്രസ്റ്റ് കിട്ടി, പ്രോഫിറ്റ് കിട്ടി, ബെനിഫിറ്റ് കിട്ടി, അല്ലേ?
മീൻ തരുന്നയാൾക്ക് എന്തോ കിട്ടി? പ്രോഫിറ്റ്. മീൻ വാങ്ങുന്ന ആൾക്ക് പ്രോഫിറ്റ് കിട്ടി, റൈറ്റ് കിട്ടി, ഇൻട്രസ്റ്റ് കിട്ടി, പ്രോഫിറ്റ് കിട്ടി, ബെനിഫിറ്റ് കിട്ടി. മീൻ കൊടുക്കുന്ന ആൾക്കോ ഫോർവിയറൻസ്, ഡെട്രിമെൻറ്റ്, ലോസ്, റെസ്പോൺസിബിലിറ്റി ഗിവ് ഓർ അണ്ടർടേക്കൻ ടു അതേഴ്സ്. ഇത്രയും സാധനങ്ങളാണ് അവിടെ നടന്നത്. അപ്പോൾ അവിടെ ഓഫറുണ്ട്, ഓഫർ ടു ചാഫറുണ്ട്, ഓഫറുണ്ട്, ഓഫറിയുണ്ട്, പിന്നെന്തുണ്ട്, അക്സെപ്റ്റൻസ് ഉണ്ട്, പ്രോമിസ് ഉണ്ട്, കൺസിഡറേഷൻ ഉണ്ട്, എല്ലാം അതിനകത്തുണ്ട്. ദ സെക്ഷൻ 2D ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ഡിഫെൻസ് കൺസിഡറേഷൻ. ഇതെല്ലാം ഡെഫിനിഷനാണ്. ആര് പറഞ്ഞതാണ്? വിദഗ്ധന്മാർ പറഞ്ഞു. പക്ഷേ സെക്ഷൻ 2D ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആയിട്ട് പറയുന്നത് വെൻ അറ്റ് ദ ഡിസയർ ഓഫ് പ്രോമിസർ ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ ആസ്ക്സ് ദം or abstain from doing or does or abstain from doing or promises to do or abstain from doing something such act or absistence or promise is called consideration of the promise. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ അതേ ഡിഫിനിഷൻ അതുപോലെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ മത്സര പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ പഠിക്കണം ഡെഫിനിഷൻ. എന്തിനാണെന്ന് ചോദിച്ചാൽ എന്താണ് കൺസിഡറേഷൻ? ഒരു പ്രോമിസ് ഉണ്ട്, ഒരു പ്രോമിസറുണ്ട്, ഒരു പ്രോമിസി ഉണ്ട്, അതിനുശേഷം എന്തുണ്ട്? അക്സെപ്റ്റൻസ് ഉണ്ട്. ഒരു പ്രോമിസെല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം കൺസിഡറേഷൻ ഉണ്ട്, പൈസ കൊടുക്കുന്നു, കൺസിഡറേഷൻ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ. പരീക്ഷയ്ക്ക് ജയിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ പഠിക്കണം. അങ്ങനെ പഠിക്കണം. വെൻ അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ, പ്രോമിസറുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോമിസിയോ ഓർ എനി അതർ പേഴ്സൺ ആസ് ഡൺ, ഒരു കാര്യം ചെയ്യുകയോ, അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയോ, ഓർ ഡസ്, ചെയ്തതോ, അല്ലെങ്കിൽ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്, ചെയ്യാതിരിക്കുന്നതോ, ഓർ പ്രോമിസസ് ടു ഡൂ, അല്ലെങ്കിൽ ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തതോ, ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്, ചെയ്യത്തില്ല എന്ന് പ്രോമിസ് ചെയ്തതോ, സംതിങ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സച്ച് ആക്ട് ഓർ അബ്സിസ്റ്റൻസ് പ്രോമിസ് ഈസ് കോൾഡ് കൺസിഡറേഷൻ ഫോർ ദ പ്രോമിസ്. അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കൊരു കക്ഷി വരുന്നു, കേസ് പറയുന്നു, കേസ് കേട്ടു, ശരി ഞാൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് പൈസ മേടിക്കുന്നു. അപ്പോൾ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ടാണ് പൈസ മേടിക്കുന്നത്. അപ്പോൾ ചെയ്തില്ല, ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രോമിസ് പറഞ്ഞതിന് ശേഷം പൈസ മേടിക്കുന്നു. ദാറ്റ് ഈസ് ഓൾസോ കൺസിഡറേഷൻ. പറഞ്ഞ് മനസ്സിലായോ? മനസ്സിലായി. യെസ്. അപ്പോൾ കാര്യം ചെയ്യണമെന്നില്ല, ചെയ്യാമെന്ന് വാഗ്ദാനം കൊടുത്ത് പൈസ മേടിച്ചാലും ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കൺസിഡറേഷൻ ഫോർ ദ പ്രോമിസ്. അടുത്തത്, thus the consideration may be taken from a delivery of anything which has a money value. അപ്പോൾ കൺസിഡറേഷൻ may take from a delivery of anything. അപ്പോൾ എന്തെങ്കിലും ഡെലിവറി കിട്ടിയാൽ അതിനെന്ത് ചെയ്യും? കൺസിഡറേഷൻ may take the form of delivery. കൺസിഡറേഷൻ എന്താവാം? ഡെലിവറി ഓഫ് എനിത്തിങ് ആസ് എ മണി വാല്യൂ. മണി വാല്യൂ ഉള്ള എന്ത് ഡെലിവറി ചെയ്താലും അത് കൺസിഡറേഷൻ ആണ്. ഓർ പേയ്മെൻറ്റ് ഓഫ് മണി ഇറ്റ്സെൽഫ്, അത് പേയ്മെൻറ്റ് ഓഫ് മണി ഇറ്റ്സെൽഫ് ഈസ് കൺസിഡറേഷൻ. അടുത്തെന്ന് പറഞ്ഞാൽ ഓർ റെൻഡറിങ് സം സർവീസ്, ഒരു സേവനം കൊടുക്കുന്നു. ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ ചികിത്സിക്കുന്നു, ഡോക്ടർ പറയുന്നു കൗണ്ടറിൽ 10,000 രൂപ അടച്ചിട്ട് വരാൻ പറയുന്നു. റെൻഡറിങ് സർവീസ്. മനസ്സിലായോ? ഓ ഡൂയിങ് സംതിങ് ഇൻ അണ്ടർ ഡോ ഫോർ ദ പേഴ്സൺ നോട്ട് ബൗണ്ട് ടു ഡു, ഫോർബിയറൻസ്, സ്യൂട്ട് or promises to do anything of those things. The consideration may take from the delivery of thing. Consideration എന്താവാം? ഡെലിവറി ഓഫ് തിങ് ആകാം. വിച്ച് ഹാസ് മണി വാല്യൂ. അങ്ങനെ ഡെലിവറി ചെയ്യുന്നൊരു സാധനത്തിൽ എന്ത് വേണം? മണി വാല്യൂ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഓഫ് മണി, പൈസ കൊടുക്കുന്നതാവാം. അല്ലെങ്കിൽ റെൻഡറിങ് സർവീസ്, അയാൾക്ക് സേവനം കൊടുക്കുന്നതാവാം. ഓർ ഡൂയിങ് സംതിങ്, നമ്മളിപ്പം ബസ്സിൽ കയറുന്നു, പൈസ കൊടുക്കുന്നു, നമുക്ക് കിട്ടുന്നത് റെൻഡറിങ് സർവീസാണ് അല്ലേ? അതെ. വിച്ച് അണ്ടർ ലോ പേഴ്സൺ ഈസ് നോട്ട് ബൗണ്ട് ടു ഡു ഓർ പ്രോമിസസ് ടു ഡു ഓൾ ഓഫ് തിങ്സ്. ഇപ്പോൾ കൺസിഡറേഷൻ ഈ തരത്തിലൊക്കെ ആവാം. അത് പഠിച്ചു വെച്ചോണം. എങ്ങനെ? ഡെലിവറി ഓഫ് തിങ്സ്, മണി വാല്യൂ, പേയ്മെൻറ്റ് ഓഫ് മണി, പിന്നെന്തുവാ? റെൻഡറിങ് സർവീസ്, ഡൂയിങ് സംതിങ് വിച്ച് ഈസ് അണ്ടർ ദ ലോ ഓഫ് എ പേഴ്സൺ നോട്ട് ബൗണ്ട് ടു ഡു. ഇതെല്ലാം എന്താകാം? കൺസിഡറേഷൻ ആവാം. പൈസ തന്നെ ആകണമെന്നില്ല. ഓക്കെ. അടുത്ത എക്സാമ്പിൾ, ഫോർവിയറൻസ് ടു ഓർ റിജക്റ്റ് ഈസ് എ ഗുഡ് കൺസിഡറേഷൻ ഫോർ എഗ്രിമെൻറ്റ് ടു പേ എൻ ഹാൻഡ് റെൻറ്റ്.
അപ്പോൾ ഞാൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കും. എൻ്റെ ഹൗസ് ഓണർ പറയാണ്, ആ 15,000 അല്ലേ വാടക വരുന്നത്, അടുത്ത തവണ 16,000 മതി, അവിടെ വാടകയൊക്കെ കൂടിയത് 16 തമ്മിലെ പുറത്ത് എൻഹാൻസ്മെൻറ്റ് ഓഫ് എ പ്രോമിസസ് ടു പേ ₹1,000 at the end of 6 months. സി who owes money to be failed to pay. അവിടെ നിന്ന് പറഞ്ഞത് എ പ്രോമിസസ് ടു പേ വി ₹1,000. എ പറഞ്ഞു ഈ 1000 രൂപ കൊടുക്കുക അറ്റ് ദ എൻഡ് ഓഫ് 6 months. ഏതിന് ശേഷം? 6 മാസം ശേഷം. ഇഫ് സി who owes the money to be failed to pay. സി ബിക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ ഞാൻ തന്നേക്കാം. ചില സ്ഥലത്തുണ്ട് നമ്മുടെ അയലത്തു നിന്ന് അല്ലെങ്കിൽ ദൂരെ നിന്ന് ആരെങ്കിലും ഒന്ന് താമസിക്കുന്നു, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒന്ന് താമസിക്കുന്നു, അവരടുത്ത് വീട് വെച്ച് അവൻ താമസിക്കുന്നു, അല്ലെങ്കിൽ വാടകയ്ക്കാൻ താമസിക്കുന്നു, അയാൾക്ക് അവർ പ്രദേശമൊന്നും പരിചയമില്ലെങ്കിൽ നമ്മൾ പലചരക്ക് കൊണ്ട് കടയിൽ കൊണ്ട് ഒതുക്കിട്ട് പറയും അയാൾക്ക് ആവശ്യമുള്ള വീട്ടു സാധനങ്ങളെ കൊടുക്കുക, അയാൾക്ക് ഇന്നത്തെ പണി അയാൾ തമ്മിലേക്ക് നേട്ടം എന്ന് പറയില്ലേ? അതാണ് ബി പ്രോമിസസ് ടു ഗ്രാൻഡ് ടൈം ടു സീ അക്കോർഡിംഗ്ലി. ഹിയർ എ പ്രോമിസസ് ടു ഈച്ച് പാർട്ടി ഈസ് കൺസിഡറേഷൻ ഫോർ ദി പ്രോമിസ് ഓഫ് ദി അതർ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുണ്ട്, പ്രോമിസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിഡറേഷൻ. കിട്ടിയോ? എ പ്രോമിസസ് ഫോർ സർട്ടൻ സം പെയ്ഡ് ടു ബൈ ഹിം to make good of value of the ship if it is worked on a certain work. ഇത് പറഞ്ഞ് എ പ്രോമിസസ് എ വാഗ്ദാനം ചെയ്തു ഫോർ എ സർട്ടൺ സം പെയ്ഡ് ടു ബൈ ഹിം, ആ കുറച്ച് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. എങ്ങനെ? ടു മേക്ക് ഗുഡ് ഓഫ് വാല്യൂ ഫോർ ദി ഷിപ്പ് ഇഫ് ഈസ് വർക്ക്ഡ് ഓൺ ദ സർട്ടൺ വോഗേജ്. കുറച്ച് സാധനങ്ങൾ കപ്പലിൽ കടൽ മാർഗം കൊണ്ടു തന്നാൽ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. Here A's promises is consideration for B's payment. എയുടെ പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഈസ് എ കൺസിഡറേഷൻ ഫോർ ബീസ് പേയ്മെൻറ്റ് ആൻഡ് ബീസ് പേയ്മെൻറ്റ് ഈസ് എ കൺസിഡറേഷൻ ഫോർ എ പ്രോമിസ്. എയുടെ പ്രോമിസ് എന്ന് പറഞ്ഞാൽ ബിയുടെ കൺസിഡറേഷനാണ്, ബിയുടെ പേയ്മെൻറ്റ് കൺസിഡറേഷനാണ്. ബിയുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ആരുടെ പ്രോമിസാണ്? എയുടെ പ്രോമിസിൻ്റെ കൺസിഡറേഷനാണ്. വല്ലതും പിടി കിട്ടിയോ? എ പ്രോമിസ് ചെയ്തു ബിക്ക് ഗുഡ്സ് ഷിപ്പിൽ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? പൈസ തന്നേക്കാം. പിടികിട്ടിയ? മനസ്സിലായി. റൂൾസ് ഗവേണിംഗ് കൺസിഡറേഷൻ. മോള് കൺസിഡറേഷൻ Consideration. The definition given of consideration as by Sir Frederick Pollock, which was approved by the House of Lords, is as follows: an act of forbearance of one party or the promise thereof is the price for which the promise of the other is bought and the promise thus given for value is enforceable. Les J defined consideration as some right, interest, profit or benefit accruing to one party for some forbearances, detriment, loss or responsibility given, suffered or undertaken by the other. Section 2 Clause B of the Indian Contract Act defines consideration. Thus, when at the desire of the promiser, the promisee or any other person has done or abstained from doing, or does or abstains from doing, or promised to do or to abstain from doing something, such act or absistence or promise is called a consideration for the promise. Thus, consideration may take the form of delivery of anything which has a money value or payment of money itself for rendering some services or doing something which under law a person is not bound to do. Example, forbearances to sue, or a promise to do any or all of those things. Examples, A. Forbearances to sue for ejectment is good consideration for an agreement to pay enhanced rent. B. A promises to pay B ₹1,000 at the end of 6 months if C, who owes the money to B, fails to pay it. B promises to grant time to C accordingly. Here the promise of each party is a consideration for the promise of each other. C. A promises for a certain sum paid to him by B to make good the value of his ship if it is wrecked on a certain voyage. Here
A's promise is the consideration for B's payment, and B's payment is the consideration for A's promise. യെസ്. റൂൾസ് ഗവേണിംഗ് കൺസിഡറേഷൻ. കൺസിഡറേഷൻ എങ്ങനെയൊക്കെ ആകാം? അങ്ങനെ എത്ര റൂൾസ് ഉണ്ട്? 6 റൂൾസ് ഉണ്ട്. ഒന്നാമത്തെ റൂള് എന്താണ്? കൺസിഡറേഷൻ ഈസ് എസെൻഷ്യൽ ടു ക്യാരി എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? കൺസിഡറേഷൻ. അടുത്തത്, കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ ആൻഡ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ സോഴ്സ്. പ്രോമിസറുടെ ഡിസയർ അനുസരിച്ച് വേണം എന്ത് ഉണ്ടാവാൻ? കൺസിഡറേഷൻ ഉണ്ടാകാൻ. പ്രോമിസിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം, അല്ലെങ്കിൽ പ്രോമിസി പറയുന്ന ആളുടെ ഭാഗത്തു നിന്നുണ്ടാകും. മൂന്നെന്താ? കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. ആഡിക്വേറ്റ് കൺസിഡറേഷൻ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആനയാണ് കൊടുക്കുന്നത്, 100 രൂപയ്ക്ക് ആനയെ കൊടുക്കുന്നത്. 100 രൂപയല്ല വില, പക്ഷേ ഞാൻ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ആഡിക്വേറ്റ് കൺസിഡറേഷൻ ആഡിക്വേറ്റ് ആകണമെന്നില്ല. കൺസിഡറേഷൻ മസ്റ്റ് നോട്ട് ബി ഇല്ലൂസറി ബട്ട് റിയൽ ആൻഡ് കോമ്പിറ്റൻറ്റ്. കൺസിഡറേഷൻ എന്താകണം? ഇല്ലൂസറി ആകാൻ പാടില്ല, ഇമാജിനറി ആകാൻ പാടില്ല, കോമ്പിറ്റൻ്റ് ആയിരിക്കും. അടുത്തത്, പ്രീ എക്സിസ്റ്റിംഗ് ലീഗൽ ഒബ്ലിഗേഷൻ ആയിരിക്കണം എന്തോന്ന്? കൺസിഡറേഷൻ. അവസാനത്തത്, കൺസിഡറേഷൻ മസ്റ്റ് ബി ലീഗൽ ആൻഡ് ലോഫുൾ. കൺസിഡറേഷൻ ഏഴാമത്തേതും ഉണ്ട്. ഏഴാമത്തെ എവിടെ ഉണ്ട് മോളെ? ഇറ്റ് മേ ബി പാസ്റ്റ്, പ്രസന്റ് ഓർ ഫ്യൂച്ചർ. അത് ഞാൻ കണ്ടില്ല. ഇറ്റ് മേ ബി പാസ്റ്റ് കൺസിഡറേഷൻ ആയിരിക്കണം, പ്രസൻറ്റ് കൺസിഡറേഷനും ആകാം, ഫ്യൂച്ചർ കൺസിഡറേഷനും ആകാം. വക്കീലന്മാരെ സംബന്ധിച്ച് ചെയ്യുന്നതിന് പാസ്റ്റ് കൺസിഡറേഷൻ മുമ്പേ പൈസ. ചില കക്ഷികൾ കേസ് നടക്കേണ്ട ദിവസം പ്രസൻറ്റ് കൺസിഡറേഷൻ, കേസ് ജയിച്ചിട്ട് പൈസ തരാം എന്ന് പറഞ്ഞാൽ അത് ഫ്യൂച്ചർ കൺസിഡറേഷൻ. മനസ്സിലായോ? പക്ഷേ ഡോക്ടർമാരെല്ലാം എന്ത് ചോദിക്കും? പാസ്റ്റ് കൺസിഡറേഷനാണ്. ഓപ്പറേഷൻ നടത്തണമെങ്കിൽ മുമ്പേ പൈസ തരണം, അല്ലേ? അപ്പോൾ കൺസിഡറേഷൻ ലോഫുള്ളായി എത്ര തരമുണ്ട്? 7 ടൈപ്പ്. ആ 7 ടൈപ്പ് ആദ്യം കാണാതെ പഠിക്കണം കേട്ടോ. അടുത്ത്, കൺസിഡറേഷൻ ഈസ് എസെൻഷ്യൽ ടു എവരി കോൺട്രാക്ട്. എ കോൺട്രാക്ട് നോട്ട് സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ വോയിഡ് ആൻഡ് ക്യാൻ ഓൺലി ബി കോൾഡ് എ ഗ്രാറ്റ്യൂഷ്യസ് പ്രോമിസ്. കൺസിഡറേഷൻ ഇല്ലാത്ത കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വോയിഡാണ്. എന്താണ്? വോയിഡാണ്. അതിനെന്ത് പറയും? ഗ്രാറ്റ്യൂഷ്യസ് പ്രോമിസ് എന്ന് മാത്രമേ പറയൂ, അതിനെ കോൺട്രാക്ട് എന്ന് പറയത്തില്ല. മനസ്സിലായോ? മനസ്സിലായി. ഇൻ അബ്ദുൽ അസീസ് വേഴ്സസ് മൗസുൽ അലി, രണ്ടുപേരും കുടുംബക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരേ പള്ളിയിലോ സഭയിലോ പെട്ടവരായിരിക്കും. 1914-36 1872 കേസാണ്. 1914 കേസുണ്ടായത്. എ പേഴ്സൺ ഹാഡ് വെർബലി പ്രോമിസ്ഡ് ടു ദ സെക്രട്ടറി ഓഫ് എ മോസ്ക് കമ്മിറ്റി ടു സബ്സ്ക്രൈബ് എ സം ഓഫ് മണി ഫോർ റീബിൽഡിംഗ് എ മോസ്ക്. ഒരു മോസ്കിൻ്റെ സെക്രട്ടറി ഒരാൾ വാഗ്ദാനം ചെയ്തു, എന്താണ്? നിങ്ങൾ മോസ്ക് പുതുക്കി പണിയുമ്പോൾ ഞാൻ കുറച്ച് പൈസ തന്നേക്കാം. On a suit by the secretary to enforce his simple promise, it was held that promise was not enforceable as there was no consideration in the essence of benefit of the promiser or the defendant to promise. അപ്പോൾ ഇത് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ കൺസിഡറേഷൻ ഈസ് നെസസറി. അപ്പോൾ ഞാൻ മോസ്ക് പണിയുന്നതിന് വേണ്ടി ഞാൻ 10,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ പൈസ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ കോടതിയിൽ പോയി ഞാൻ തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ട്, ആ കോൺട്രാക്റ്റ് വെർബൽ കോൺട്രാക്റ്റ് ആണ്, അതിന് പൈസ തരണം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ദർ ഈസ് നോ കൺസിഡറേഷൻ. മനസ്സിലായോ? മനസ്സിലായി. യെസ്. ഹൗഎവർ, എന്നിരുന്നാലും, ഗ്രാറ്റ്യൂഷ്യസ് പ്രോമിസ് ഈസ് എൻഫോഴ്സ്ഡ് ഈഫ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് പ്രോമിസ് ദ പ്രോമിസി സഫേഴ്സ് ഡെട്രിമെൻറ്റ് ഓർ അണ്ടർടേക്സ് ലൈബിലിറ്റി. പ്രോമിസിക്ക് എന്തുണ്ട്? ഗ്രാറ്റ്യൂഷ്യസ് പ്രോമിസ് ആയതുകൊണ്ട് അത് വേണമെങ്കിൽ ഇൻഫോഴ്സ് ചെയ്യാം, കേട്ടോ.
ആ എവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ദ പ്രോമിസി സഫേഴ്സ് ഡിട്രിമെന്റ് ഓർ അണ്ടർടേക്സ് ലൈബിലിറ്റി. അയാൾക്ക് ഡാമേജ് ഉണ്ടായി, അയാൾക്ക് ലൈബിലിറ്റി ഉണ്ടായാൽ എന്ത് ചെയ്യാം? ഇത് അടുത്ത് കേദാർനാഥ് വേഴ്സസ് ഗൗരി മുഹമ്മദ് 1886. ഈ കേസ് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ടോ? കേദാർനാഥ് വേഴ്സസ് ഗൗരി മുഹമ്മദ്? ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല. A promised B to subscribe sum of money for the construction of a town hall. കേദാർനാഥിലെ ടൗൺ ഹാൾ നിർമ്മിക്കുന്നതിന് വേണ്ടി പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ അമ്പലത്തിൽ പിരിവുകാരൊക്കെ നമ്മുടെ അടുത്ത് വരും, നമ്മൾ പറയാൻ പൈസ തന്നേക്കാന്ന് പറയും. പൈസ തന്നില്ലെങ്കിൽ കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല. പാർട്ടിക്കാർ പ്രോമിസ് കൊടുത്ത പൈസ തന്നില്ലെങ്കിൽ കേസ് കൊടുക്കാൻ പറ്റും? ഇല്ല. പക്ഷെ അമ്മ നമുക്ക് ശല്യപ്പെടുത്തി പൈസ മേടിക്കാതെ പറയാം. ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ഹേസ് പ്രോമിസ്, എയുടെ പ്രോമിസിൻ്റെ ബലത്തിൽ ഹീ കോൾഡ് ഫോർ പ്ലാൻ ആൻഡ് entrusted the work to the construction and undertook certain peculiar liability. അപ്പോൾ ഈ മുനിസിപ്പൽ ടൗൺ ഹാൾ ഉണ്ടാക്കുന്ന കമ്മിറ്റി ഇദ്ദേഹത്തിൻ്റെ പ്രോമിസ് വിശ്വസിച്ചുകൊണ്ട് കുറേ ലൈബിലിറ്റി വലിച്ചിട്ടു. In a suit against A, it was held that though the consideration in the sense benefit of A was absent, till the consideration of the sense is determined, he was present and suit was. എന്താ പറഞ്ഞു? ഇദ്ദേഹത്തിൻ്റെ പ്രോമിസിൻ്റെ ഫലമായി ആര് പ്രോമിസി ലൈബിലിറ്റി വലിച്ചിട്ടത് കൊണ്ട് പൈസ കൊടുത്തേ പറ്റൂ എന്ന് ആ കോടതി പറഞ്ഞു. മനസ്സിലായോ? പ്രോമിസി ലൈബിലിറ്റി വലിച്ചിട്ടാൽ അദ്ദേഹത്തിന് നഷ്ടം സംഭവിച്ചാൽ ഈ പ്രോമിസ് വിശ്വസിച്ചുകൊണ്ടാണ് ആ നഷ്ടം സംഭവിച്ചതെങ്കിൽ ആര് കൊടുക്കണം? പ്രോമിസർ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു. എന്തെങ്കിലും മനസ്സിലായോ? പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ ആൾ പ്രോമിസർ, പൈസ വാങ്ങാമെന്ന് പറഞ്ഞ മുനിസിപ്പൽ ടൗൺ ഹാളിൻ്റെ നിർമ്മിക്കുന്നയാൾ പ്രോമിസി. അപ്പോൾ പ്രോമിസർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മുനിസിപ്പൽ ടൗൺ ഹാളിന് ഈ പൈസയും കൂടെ കണക്ക് കൂട്ടിയിട്ട് സിമൻറ്റും മണലും മറ്റു സാധനങ്ങളുമൊക്കെ വാങ്ങി. ഇടയ്ക്ക് കേൾക്കുന്നില്ല സാർ. ഇപ്പോൾ കേൾക്കാമോ? ആ സൗണ്ട് കുറഞ്ഞു പോകുമ്പോ കേൾക്കുന്നില്ല. ആ സൗണ്ട് കുറയുന്നില്ലല്ലോ. ആ അങ്ങനെ വരുവാ ഇടയ്ക്ക്. ആ ഇത് ഈ മൈക്കിൻ്റെ എന്തോ കുഴപ്പം. കൂടെ പുതിയ മൈക്ക് വാങ്ങാം കേട്ടോ. അവിടെ ആ അടിക്കുന്നല്ലോ, എന്തോ അടിക്കുന്നല്ലോ ഫോണ്. അത് കട്ടാക്കി. ആ പ്രോമിസി എന്ത് ചെയ്താൽ ഈ പ്രോമിസറെ വിശ്വസിച്ചുകൊണ്ട് ലൈബിലിറ്റി വലിച്ചിട്ടാൽ ആ ലൈബിലിറ്റി കൊടുക്കുന്നതിന് വേണ്ടി പ്രോമിസിക്ക് എന്ത് ചെയ്യാം? ഈ പ്രോമിസറുടെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കാം. മുകളിൽ പറഞ്ഞേക്കുന്ന അങ്ങനെ ഫ്രം എ ഗ്രാറ്റ്യൂഷ്യസ് പ്രോമിസ് ഈസ് എൻഫോഴ്സബിൾ ഓൺ വൺ സ്ട്രെങ്ത് ഓഫ് പ്രോമിസി ദ പ്രോമിസി സഫേഴ്സ് ഡിട്രിമെൻറ്റ് അണ്ടർ ദ ലൈബിലിറ്റി. ആ ലൈബിലിറ്റി ഉണ്ടെങ്കിൽ പ്രോമിസിക്ക് എന്ത് ചെയ്യാം? പൈസ ഈടാക്കാം. അപ്പോൾ ലൈബിലിറ്റി വന്നിട്ടില്ലെങ്കിൽ, നഷ്ട ഉത്തരവാദിത്തം വന്നിട്ടില്ലെങ്കിൽ പൈസ ഈടാക്കാൻ പറ്റില്ല. മനസ്സിലായോ? മനസ്സിലായി. ഇൻ ദ വേർഡ്സ് ഓഫ് സാൽമണ്ട് പറഞ്ഞ, സാൽമണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തരം മീനാണ്, മത്സ്യമാണ്. ഇൻ ദ വേർഡ്സ് ഓഫ് സാൽമണ്ട്, എ പ്രോമിസി വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് എ ഗിഫ്റ്റ്. എ പ്രോമിസി വിത്തൗട്ട് കൺസിഡറേഷൻ, ഒരു പ്രോമിസ് ഉണ്ട്, കൺസിഡറേഷൻ ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. വൺ മെയ്ഡ് ഫോർ കൺസിഡറേഷൻ ഈസ് എ ബാർഗെയിൻ. വൺ മെയ്ഡ് ഫോർ കൺസിഡറേഷൻ, അതിനെന്ത് പറയും? ബാർഗെയിൻ. മനസ്സിലായോ? ആ എ പ്രോമിസ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് എ ഗിഫ്റ്റ്. അത് പഠിച്ചോ. വാട്ട് ഈസ് എ ഗിഫ്റ്റ് ഒന്നും ചോദിക്കില്ല, പക്ഷെ വൺ വേർഡായിട്ട് ചോദിക്കും. എവിടെ? ജുഡീഷ്യൽ സർവീസ്. എ പ്രോമിസ് വിത്തൗട്ട് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ താഴോട്ട് വൺ വേർഡ് വരും. വൺ വേർഡ് വന്നാൽ എഴുതി പോകണം. അങ്ങനെ വളരെ ശ്രദ്ധിക്കപ്പെടാത്ത പോകുന്നതിനകത്തൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. മനസ്സിലായോ? വാട്ട് ഈസ് എ ഗിഫ്റ്റ് എന്ന് എവിടെ നമ്മൾ പഠിക്കുന്നില്ല. എ പ്രോമിസ് വിത്തൗട്ട് കൺസിഡറേഷൻ ഇസ് എ ഗിഫ്റ്റ്. വൺ മെയ്ഡ് ഫോർ കൺസിഡറേഷൻ ഇസ് എ ബാർഗെയിൻ. അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഗിഫ്റ്റ് കൺസിഡറേഷനോടൊപ്പമാണ് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ ബാർഗെയിൻ എന്ന് പറയും. അടുത്തത് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. കൺസിഡറേഷൻ എങ്ങനെ മൂവ് ചെയ്യണം? പ്രോമിസർ പറയുന്ന രീതിയിൽ തന്നെ കൺസിഡറേഷൻ മൂവ് ചെയ്യണം. ഓർ എനി അതർ പേഴ്സൺ.
അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് പോലെ എന്ത് ചെയ്യണം, പ്രോമിസർ ആൻഡ് ഫ്രം ദ പ്രോമിസ്. എവിടെ നിന്ന് കൺസിഡറേഷൻ കിട്ടണം? പ്രോമിസിൽ നിന്ന് കൺസിഡറേഷൻ കിട്ടണം. ഓർ എനി അതർ പേഴ്സൺ. അപ്പോൾ ആരാ പ്രോമിസർ? പ്രോമിസ് കൊടുക്കുന്നത്. ആരാ പ്രോമിസി? ആർക്കാണോ പ്രോമിസ് കൊടുക്കുന്നത് അയാൾ പ്രോമിസ്. അല്ലെങ്കിൽ അയാൾ പറയുന്ന ആൾ എന്ത് ചെയ്യണം? കൺസിഡറേഷൻ കൊടുക്കണം. The promiser must desire the act or forbearance on the part of the promise. എന്ത് പറഞ്ഞേക്കണേ? ദ പ്രോമിസർ. പ്രോമിസർ ആരാന്ന് മനസ്സിലായല്ലോ അല്ലേ? മസ്റ്റ് ഡിസയർ ദ ആക്ട്. പ്രവർത്തനം. ആക്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രവർത്തനം എന്നാണ്, നിയമം എന്നാണ്. ആക്ട് ഓർ ഫോർബിയറൻസ് ഓൺ ദ പാർട്ട് ഓഫ് ദ പ്രോമിസി. അപ്പോൾ പ്രോമിസിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് ആര് പറയണം? പ്രോമിസർ പറയാം. പ്രോമിസി. Under section 2D, there must be a link between the desire of the promiser and the act or forbearance of the part of the promisee. എന്തൊക്കെ വേണം? There must be a link between the desire. എന്ത് വേണം? There must be a link. ആ ഡിസയർ തമ്മിലൊരു ലിങ്ക് വേണം, ബന്ധം വേണം. ഓഫ് ദ പ്രോമിസർ. പ്രോമിസറുടെ ഡിസയറുമായൊരു ലിങ്ക് വേണം. ആൻഡ് ദ ആക്ട് ഓർ ഫോർബിയറൻസ് ഓഫ് ദ പാർട്ട് ഓഫ് ദ പ്രോമിസി. ആക്ട് ഓർ ഫോർബിയറൻസ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമോ പ്രവർത്തിക്കാതിരിക്കലോ എന്ത് വേണം? ഫ്രം ദി ആക്ട് ഓർ ഫോർബിയറൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആക്ട് എന്ന് പറഞ്ഞാൽ പ്രവർത്തനം, ഫോർബിയറൻസ് എന്നാൽ പ്രവർത്തിക്കാതിരിക്കൽ. ഓൺ ദ പാർട്ട് ഓഫ് ദ പ്രോമിസി. പ്രോമിസിയുടെ ഭാഗത്തു നിന്നൊരു പ്രവർത്തനമോ പ്രവർത്തിക്കാതിരിക്കലോ ആർക്കുണ്ടാകണം? പ്രോമിസർക്കുണ്ടാകണം. അങ്ങനെയെങ്കിൽ in other words, the act or forbearance on the part of the promisee should not be at the instance of the third party. അത് തേർഡ് പാർട്ടിയുടെ സാഹചര്യത്തിനനുസരിച്ചാകാൻ പാടില്ല. അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ അതർ വേർഡ്സ്, വേറൊരാൾ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആക്ട് പ്രവർത്തനം, ഓർ ഫോർബിയറൻസ് അല്ലെങ്കിൽ പ്രവർത്തിക്കാതിരിക്കൽ ഓൺ ദ പാർട്ട് ഓഫ് ദ പ്രോമിസി ഷുഡ് നോട്ട് ടു ബി അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് ദ തേർഡ് പാർട്ടി. പ്രോമിസർ പറയുന്ന കണക്ക് വേണം ആര് പ്രവർത്തിക്കാൻ? പ്രോമിസ് പ്രവർത്തിക്കാൻ. അല്ലാതെ തേർഡ് പാർട്ടി പറയുന്ന പോലെ ആയിരിക്കരുത് എന്ന് ആര് പറയുന്നുണ്ട്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറയുന്നു. മനസ്സിലായോ? മനസ്സിലായി. അടുത്ത് ചിന്നപ്പ രാമു വേഴ്സസ് രാമയ്യ. ചിന്നപ്പ രാമു വേഴ്സസ് രാമയ്യ എന്ന് പറയുന്ന കേസിൽ ആൻ ഓൾഡ് ലേഡി ബൈ എ ഡീഡ് ഓഫ് ഗിഫ്റ്റ്, ഒരു ഗിഫ്റ്റ് ഡീഡ് എഴുതി. ഗിഫ്റ്റ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം അഞ്ജുഷയുടെ അമ്മയോ അമ്മമ്മയോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രായം ചെന്ന ഒരു സ്ത്രീ അഞ്ജുഷയ്ക്ക് സ്നേഹവാത്സല്യങ്ങൾ പ്രതിഫലമായി വെച്ചുകൊണ്ട് എൻ്റെ ഇടുക്കിയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സർവേ നമ്പറിൽ കാണപ്പെടുന്ന 10 സെൻറ്റ് വീടും സകല 10 സെൻറ്റ് ഭൂമിയും ഒരു വീടും അഞ്ജുഷയ്ക്ക് ഞാൻ തരുന്നു എന്നെഴുതി വെച്ചാൽ തരിച്ച ഗിഫ്റ്റ് ഡീഡ്. മനസ്സിലായല്ലോ? മനസ്സിലായി. ഗിഫ്റ്റ് ഡീഡിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ പൈസ വേണ്ട, കൺസിഡറേഷൻ വേണ്ട, സ്നേഹവാത്സല്യം. made over certain properties to her daughter with a direction that daughter should pay an annuity to A's brother. അപ്പോൾ എയുടെ ബ്രദറിന് ഒരു വർഷാവർഷം കുറച്ച് പൈസ കൊടുക്കണം. ഷെയർ മൊത്തം മകൾക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു സഹോദരന് വർഷാവർഷം കുറച്ച് പൈസ കൊടുക്കണം. ബൈ ആൻ എഗ്രിമെൻറ്റ് ഓഫ് ഈവൻ ഡേറ്റ് ബിറ്റ്വീൻ ദ ഡോട്ടർ ഓഫ് എ ആൻഡ് ദ ബ്രദർ ഓഫ് എ, ദ ഡോട്ടർ പ്രോമിസ് ടു പേ ദ ആനുവിറ്റി. സംഭവമൊക്കെ കോൺട്രാക്ട് വന്നപ്പോഴത്തേന് ഡോട്ടർ പറഞ്ഞു എന്തായാലും പൈസ, ഭൂമി സ്വന്തമായിട്ട് കിട്ടുന്ന കേസാണല്ലോ. ഡോട്ടർ പറഞ്ഞു ഞാൻ ആനുവിറ്റി ആയിട്ട് പൈസ തന്നേക്കാം. ദ ഡോട്ടർ ഹൗ എവർ ഡിഡ് നോട്ട് പേ ദ ആനുവിറ്റി. എന്ത് ചെയ്തില്ല? ആനുവിറ്റി കൊടുത്തില്ല. ഏസ് ബ്രദർ സ്യൂഡ് ഡോട്ടർ എന്ന് പറഞ്ഞാൽ, അപ്പം ഇവിടുത്തെ കഥയെന്ന് പറഞ്ഞാൽ ഒരു ഓൾഡ് ലേഡിയുണ്ട്. ആ ലേഡിയുടെ മകൾക്ക് കുറച്ച് ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഈ ലേഡിയുടെ മകന് ബ്രദറിന് ആനുവിറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു. ആ ലേഡിയുടെ മകളുടെ കയ്യിൽ ഈ പ്രോപ്പർട്ടി എത്തി. പ്രോപ്പർട്ടി എത്തിയപ്പോൾ ഈ ലേഡിയുടെ ആരെത്തിയില്ല? ഈ ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ, സിസ്റ്റർ ഒരു വർഷം മരിച്ചു പോയി കാണും, സിസ്റ്ററിനെ കുറിച്ച് പറയുന്നില്ല. ആ മകള് ആർക്ക് കൊടുത്തില്ല? ബ്രദറിന് എന്ന് പറഞ്ഞാൽ അങ്കിളിന് ആനുവിറ്റി കൊടുത്തില്ല. ഏസ് ബ്രദർ സ്യൂഡ് ഡോട്ടർ, ഡോട്ടർക്കെതിരെ കൊണ്ട് കേട്ടു. ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ദ കൺസിഡറേഷൻ മൂവ്ഡ് ഫ്രം എ
the donor of the estate, though not from the brother, and that was sufficient consideration for the daughter's promise. A's brother, because the consideration of Indian law can move from the promisee or any other person. Hence, under the Indian law, a stranger to consideration can sue, while an English law he cannot. ഇവിടെ പറഞ്ഞത് ഈ ബ്രദർ എന്ന് പറയുന്നയാൾ പ്രോമിസറോ പ്രോമിസിയോ അല്ല. ഇവിടുത്തെ പ്രോമിസർ ആരാ? പ്രോമിസർ ഓൾഡ് ലേഡിയാണ്. പ്രോമിസി മകളാണ്. ആ മകളുടെ കയ്യിൽ നിന്ന് മകളുടെ മകളിലേക്ക് ഭൂമി കിട്ടി, ഡോട്ടറുടെ കയ്യിലേക്ക് ഭൂമി കിട്ടി. അപ്പോൾ ഡോട്ടറും അങ്കിളും തമ്മിൽ പ്രോമിസറും പ്രോമിസറിയൊന്നും അല്ല. പക്ഷേ ഇന്ത്യൻ ലോ അനുസരിച്ച് പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ ആണ്. അപ്പോൾ എനി അതർ പേഴ്സൺ ആണ് ആര്? ഇവിടുത്തെ ബ്രദർ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ കോൺട്രാക്റ്റ് നടപ്പാക്കണം. പക്ഷേ ഇംഗ്ലീഷ് ലോയിൽ എനി അതർ പേഴ്സൺ ഇല്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് ലോയിൽ അത് നടപ്പാക്കേണ്ട കാര്യമില്ല. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. ആ ഒരു കാര്യം ചെയ്തേ, ആ ഭാഗം ഒന്ന് വായിച്ച് ആ പേരും കഴിയട്ടെ. Rules governing consideration. 1. Consideration is essential to every contract. A contract not supported by consideration is void and can only be called a gratuitous promise. In Abdul Aziz versus Masam Ali, 1914, a person had verbally promised to the secretary of the mosque committee to subscribe a sum of money for rebuilding the mosque. On a suit by the secretary to enforce this simple promise, it was held that the promise was not enforceable as there was no consideration in the sense of benefit to the promiser or dependent to the promise. However, a gratuitous promise is enforceable if, on the strength of the promisee suffers a detriment or undertakes liabilities. In Kedarnath versus Gauri Muhammad, 1886, A promised B to subscribe a sum of money for the construction of a town hall. On the strength of A's promise, B called for plans and entrusted the work to contractors and undertook certain pecuniary liabilities. In a suit against A, it was held that though consideration in the sense of benefit to A was absent, still consideration in the sense of detriment to B was present and the suit was decreed. In the words of Salmon, a promise without consideration is a gift. One made for a consideration is a bargain. 2. Consideration must move at the desire of the promiser and from the promisee or any other person. The promiser must desire the act or forbearances on the part of the promisee. Under section 2 clause D, there must be a link between the desire of the promiser and the act or forbearances on the part of the promisee. In other words, the act or forbearances on the part of the promisee should not be at the instance of a third party. Further, consideration must proceed from the promisee or any other party, unlike in English law where consideration must flow from the promisee only. In Chinnaya Ram versus Ramaya, 1881, an old lady, by a deed of gift, made over certain property to her daughter with the direction that the daughter should pay an annuity to A's brother. By an agreement of even date between the daughter of A and the brother of A, the daughter promised to pay the annuity. The daughter, however, did not pay the annuity. A's brother sued the daughter. It was held that the consideration moved from A, the donor of the estate, though not from her brother, and that was sufficient consideration for the daughter's promise to A's brother, because the consideration in Indian law can move from the promisee or any other person. Hence, under Indian law, a stranger to consideration can sue, while in English law he cannot. യെസ്, അടുത്ത നോക്കിയേ. ബോറടിക്കുന്നൊന്നുമില്ലല്ലോ? ഇല്ല സാർ. ആയി. അടുത്ത മൂന്നാമത്തെ അല്ലേ? അതെ. കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡ്യൂക്കേറ്റ്. അതിനകത്ത് വായിക്കാനും പറയാനൊന്നുമില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആനയാണ് കൊടുക്കുന്നത്, 5 ആനയെ കൊടുക്കുന്നത്. ഞാൻ 100 രൂപയ്ക്കാണ് ആനയെ കൊടുക്കുന്നത്. അപ്പോൾ എന്നോട് ആരും ചോദിക്കാൻ പറ്റില്ല, ഞാൻ ഉടമസ്ഥനാണ്, 100 രൂപ തരുന്ന ആർക്കും ആനയെ കൊടുക്കും. ഒരാൾ 100 രൂപ ഉണ്ടെങ്കിൽ ആനയെ മേടിച്ചുകൊണ്ട് പോകും.
adequate consideration അല്ല. എങ്കിലും the consideration need not be adequate. Adequacy is of a consideration is a lookout of the promiser and not the business of the contract, and adequate only sufficient to insufficiency of consideration. However, in case of the plea of certain fraud and undue influence is raised by the party on a contract, the adequacy of consideration will also from the part of the evidence of the consideration. അപ്പോൾ ആഡിക്വറ്റ് കൺസിഡറേഷൻ ആവശ്യമില്ല യഥാർത്ഥത്തിൽ. പക്ഷേ ഇഫ് ദർ ഈസ് എ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദാറ്റ് the contract is void or contract is fraud and contract by undue influence or contract is voidable എന്നൊക്കെ വാദമെടുത്താൽ ഇപ്പോൾ ആനയ്ക്ക് എത്ര രൂപയാണ് വില? ഇപ്പോൾ 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപ കൊടുത്താണോ വാങ്ങിയത്, 100 രൂപ കൊടുത്താണോ വാങ്ങിയത് എന്ന ആഡിക്വറ്റ് കൺസിഡറേഷൻ അപ്പോൾ ചർച്ചയിൽ വരും. പറഞ്ഞെന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായി. ഉദാഹരണത്തിന് എൻ്റെ കൊല്ലത്തെ പറമ്പ് 1 കോടി രൂപ കിട്ടും മാർക്കറ്റ് വില എന്ന് കരുതുക. 40 ലക്ഷം രൂപയാണ് അവിടുത്തെ ഫെയർ വാല്യൂ എന്നും കരുതുക. ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് ഒരാൾക്ക് വിറ്റു. ഈ 10 ലക്ഷം രൂപയ്ക്ക് ഒരാൾക്ക് വിറ്റപ്പോൾ ആ വിറ്റു എന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ കൊണ്ട് ചലഞ്ച് ചെയ്യാണ്, ഞാൻ ഭൂമി വിറ്റിട്ടില്ല, എൻ്റെ കയ്യിൽ കത്തിയെടുത്തതാണ്, അല്ലെങ്കിൽ എൻ്റെ കഴുത്തിൽ കത്തി വെച്ചിരുന്ന് വിളിച്ചതാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്തു ചെയ്യും? അപ്പോൾ ആഡിക്വറ്റ് കൺസിഡറേഷൻ ആണോ, സെയിൽ നടന്നിട്ടുണ്ടോ, ആഡിക്വറ്റ് കൺസിഡറേഷൻ ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ട്. അതിനു മുമ്പേ പരിശോധിക്കപ്പെടില്ല. മനസ്സിലായോ? അടുത്ത് കൺസിഡറേഷൻ മസ്റ്റ് നോട്ട് ബി ഇല്ലൂസറി ബട്ട് റിയൽ ആൻഡ് കോമ്പറ്റന്റ്. കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇല്ലൂസറി ആവാൻ പാടില്ല, ഇമാജിനറി കൺസിഡറേഷൻ ആവാൻ പാടില്ല. ഇഫ് എ മാൻ പ്രോമിസ് ടു കൺവേർട്ട് an ordinary paper into a currency note or to make a parallel line to meet the illusory consideration should also not to be void. അപ്പോൾ ഒരാൾ പറയുന്നു, ന്യൂസ് പേപ്പർ എടുത്ത് കാണിക്കുന്നു, ഞാനിതിപ്പം എൻ്റെ 2000 രൂപയുടെ നോട്ടാക്കി തരാം, നീ എനിക്ക് 10 രൂപ തന്നാൽ മതി, ആ 2000 രൂപ ഞാൻ അത് തിരിച്ചു എന്ന് പറഞ്ഞൊരു കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ കൺസിഡറേഷൻ, ഇല്ലൂസറി ആവാൻ പാടില്ല. അടുത്തെന്തോ പറയുന്നു, ആൻഡ് മേക്ക് പാരലൽ ലൈൻസ് മീറ്റ്, 2 പാരലൽ ലൈനുകളെ ഞാൻ കൂട്ടിമുട്ടിച്ച് തരാം എന്ന് പറഞ്ഞാലും അതെന്താണ്? ഇല്ലൂസറി. ആൻഡ് ഇല്ലൂസറി കൺസിഡറേഷൻ ഓൾസോ നോട്ട് എ വേഗ്. ആ ഇല്ലൂസറി കൺസിഡറേഷൻ എന്താണ്? വേഗല്ല, എങ്കിലും അതെന്തല്ല, പ്രാവർത്തികമായി നടപ്പാക്കാൻ പറ്റും. അടുത്തത് പ്രീ എക്സിസ്റ്റിംഗ് ലീഗൽ ഒബ്ലിഗേഷൻ. പ്രീ എക്സിസ്റ്റിംഗ്, മുൻപേ നിലനിൽക്കുന്ന ലീഗൽ ഒബ്ലിഗേഷൻ, പ്രീ എക്സിസ്റ്റിംഗ് ലീഗൽ ഒബ്ലിഗേഷൻ. If a person is already bound by statutory or official duty to particular act, the performance of act cannot be consideration for the promise. ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ നമ്മൾ ചെല്ലുന്നു, നമുക്കൊരാവശ്യമുണ്ട്, കരമടയ്ക്കണം, നമ്മുടെ വസ്തുവിൻ്റെ കരമടയ്ക്കണം. അപ്പോൾ കരമടയ്ക്കുന്നതിന് വേണ്ടി നിലവിലുള്ള ഫീസ് 1 സെൻറ്റിന് 2 രൂപയെന്ന് കരുതി നമ്മൾ കരമടച്ചിരിക്കും. അതിനുവേണ്ടി പ്രത്യേക ചാർജ് ഈടാക്കാൻ പാടുണ്ടോ? കൺസിഡറേഷൻ ഈടാക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകും. പോലീസുകാർ പറയുകയാണ്, നിങ്ങളുടെ പരാതി സ്വീകരിക്കണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? 5000 രൂപ അടക്കണം. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ഉണ്ടെങ്കിൽ നോ കൺസിഡറേഷൻ. മനസ്സിലായോ? ഈ statutory duty, no consideration is there. Similarly, an agreement performs contractual duty which the person to whom already owed is not for the consideration. ആദ്യമേ കോൺട്രാക്റ്റിൽ ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ട്, കൺസിഡറേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ കൺസിഡറേഷൻ ആയിരിക്കും. മനസ്സിലായോ? However, എന്നിരുന്നാലും a promise by A to perform an existing obligation to B will suffer a support of a promise by C to A. In Shadwell versus Shadwell എന്ന് പറഞ്ഞാൽ ഒന്ന് ഭാര്യയും ഒന്ന് ഭർത്താവുമാണ് കേട്ടോ.
A was engaged to marry B and C promised A an annuity of 150 pounds in consideration of to marry B. ഇവിടെ എന്താ പറഞ്ഞേ? ഇപ്പോൾ പെമ്മക്കളെയൊക്കെ വളർത്തുന്ന ആൾക്കാർ പറയും, ഞാൻ മോളെ കല്യാണം കഴിച്ച് തരാം, മോളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഈ ശല്യത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി നിനക്ക് പൈസയും കൂടെ തരാം, പിന്നെ ഭൂമി തരാം, സ്വർണം തരാം, കാറ് വാങ്ങിത്തരാം എന്നൊക്കെ പറയും അല്ലേ? അതെ. അതെ. അപ്പോൾ എന്തിനാ ഈ പൈസയും കൊടുത്ത് പറഞ്ഞു വിടുന്നത്? ഇവിടെ ശല്യമാണ്, എങ്ങനെയെങ്കിലും പോയി ശല്യം ഒഴിഞ്ഞു കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ ഇവിടെയും പറഞ്ഞു. ഏതാ? എ വാസ് എൻഗേജ്ഡ് ടു മാരി ബി and C promised A to annuity of 150 pound in consideration of the marriage of B. On his marriage with B, it was held that the fulfillment of A's contract B was sufficient consideration to support C promised to pay annuity. അതുകൊണ്ട് കല്യാണത്തിന് എന്ത് കൊടുക്കാം? ഞാൻ ആനുവിറ്റി കൊടുക്കാം 150 പൗണ്ട് എന്ന് പറഞ്ഞാൽ അത് സഫീഷ്യൻ്റ് ആണ്, സഫീഷ്യൻ്റ് കൺസിഡറേഷൻ ആണ്, അതുകൊണ്ട് കൊടുത്തേ പറ്റുന്നു. മനസ്സിലായോ? അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് പോകുന്ന പെമ്മക്കൾ കൊച്ചിനെ എടുത്തുകൊണ്ട് വീട്ടിൽ വന്ന് നിന്നിട്ട് പറയുന്നത്, എനിക്ക് 50 പവൻ തരാമെന്ന് പറഞ്ഞില്ലേ, പൈസ തന്നിട്ടേ പോകുന്നു. മനസ്സിലായോ? ഇറ്റ് ഈസ് എ വാലിഡ് കൺസിഡറേഷൻ, ഇറ്റ് ഈസ് എ ബൈൻഡിങ് കോൺട്രാക്ട്. പിടിയോ? അടുത്ത് 6. കൺസിഡറേഷൻ മസ്റ്റ് ബി ലീഗൽ ആൻഡ് ലോഫുൾ. കൺസിഡറേഷൻ എങ്ങനെ ആയിരിക്കണം? ലീഗലും ലോഫുള്ളും ആയിരിക്കണം. ലോഫുൾ ആയിരിക്കണം. Section 23 of Indian Contract Act states that the consideration or object of the agreement is lawful unless forbidden by law. നിയമം നിരോധിച്ചതല്ലെങ്കിൽ നിയമപ്രകാരമായിരിക്കണം. Is of such a nature that if permitted it would defeat the provisions of any law. ആ കൺസിഡറേഷൻ അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് അനുവദിച്ചാൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും നിയമത്തിന് വിരുദ്ധമാണെങ്കിൽ അതിന് കൺസിഡറേഷൻ കൊടുക്കാൻ പറ്റില്ല. ഈ ഫ്രോഡുലൻസ് ഒരു ഫ്രോഡായിട്ടാണ് എന്ത് ചെയ്യുന്നതെങ്കിൽ കൺസിഡറേഷൻ ഉള്ളതെങ്കിൽ അതിനും എന്ത് കൊടുക്കാൻ പാടില്ല? കൺസിഡറേഷൻ കൊടുക്കാൻ പാടില്ല. ഇറ്റ് ഇൻവോൾവ്സ് ഓർ ഇംപ്ലൈസ് ഇഞ്ചുറി ടു ദ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ഓഫ് അനദർ. ഒരുത്തനെ വെട്ടണം, അല്ലെങ്കിൽ കൊല്ലണം, അല്ലെങ്കിൽ പ്രോപ്പർട്ടി തട്ടിയെടുക്കണം, ഇതിനു വേണ്ടി കൺസിഡറേഷൻ പറഞ്ഞാൽ ആ കൺസിഡറേഷൻ കോടതി വഴി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ദ കോർട്ട് റിഗാർഡ് ഇറ്റ് ഈസ് ഇമ്മോറൽ ഒപ്പോസ് പബ്ലിക് പോളിസി. കോടതി പറയുന്നു ഇമ്മോറലാണ്, പബ്ലിക് പോളിസിക്ക് എതിരാണ്, എങ്കിലും അതിന് കൺസിഡറേഷൻ കോടതി വഴി വാങ്ങാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ, നോ കൺസിഡറേഷൻ. If in a nature that permitted it to defeat the provisions of law, no consideration. If it is fraudulent, no consideration. It involves implies injury to the person or property of another, no consideration. The court regard it is immoral, no consideration. Court regard it is opposed to public policy, no consideration. Okay? Each of these cases the consideration or object of the agreement is said to be unlawful. അങ്ങനെ മുകളിൽ പറയുന്ന ഈ സാധനം എല്ലാം വന്നാൽ അതിൻ്റെ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ അതിനെ അൺലോഫുൾ എന്ന് പറയുന്നത്. എവരി എഗ്രിമെൻറ്റ് ഓഫ് വിച്ച് ഒബ്ജക്റ്റ് കൺസിഡറേഷൻ ഈസ് അൺലോഫുൾ ആൻഡ് ഈസ് വോയിഡ്. അൺലോഫുൾ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ, അൺലോഫുൾ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ഈസ് വോയിഡ്. കിട്ടിയോ? ഫോർ എക്സാമ്പിൾ, എ പ്രോമിസസ് ടു ഒബ്റ്റെയിൻ ഫോർ ബി എംപ്ലോയ്മെൻറ്റ് ഇൻ എ പബ്ലിക് സർവീസ്. PSC ജോലി മേടിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് 5 ലക്ഷം രൂപ വാങ്ങി. ബി പ്രോമിസസ് ടു പേ 1000. എ എഗ്രിമെൻറ്റ് ഈസ് വോയിഡ് ആൻഡ് കൺസിഡറേഷൻ ഈസ് അൺലോഫുൾ. PSCക്ക് ഞാൻ ജോലി വാങ്ങിത്തരാം, നീ PSC പരീക്ഷ എഴുതുകയും വേണ്ട, നീ പഠിക്കുകയും വേണ്ട, ജോലി ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് പൈസ മേടിച്ചാൽ കൺസിഡറേഷൻ ഈസ് അൺലോഫുൾ, ഇറ്റ് ഈസ് വോയിഡ്. ഓക്കെ? അടുത്തത് 7. It may be past, present or future exclusory and past consideration. Executed consideration or present consideration refers to consideration which takes place simultaneously with a promise. Executed consideration, നടപ്പാക്കിയ consideration.
അങ്ങനെ കൺസിഡറേഷൻ നടപ്പാക്കി കഴിഞ്ഞാൽ അത് എന്താവാം, പാസ്റ്റ് ആവാം. വിത്ത് എ പ്രോമിസ് ദാറ്റ് she buys a watch from a watch shop and pays price. മിനിയേ, എടി കഴുത, നീ ഡോർ അടച്ചിട്ട്, ഞാൻ ഡോർ അടച്ചിട്ടാ തുറന്നിട്ടിട്ട് നീ അവിടെ നിന്ന് തുറന്നു വെച്ചോണ്ടിരിക്കുവാന്ന്. സാർ മ്യൂട്ടാണേ. ആ ശരി ശരി, കേൾക്കാമോ? ഹലോ, കേക്കാം. ഇറ്റ് മേ ബി പാസ്റ്റ്, പ്രസന്റ് ഓർ ഫ്യൂച്ചർ. അതിൽ നിന്ന് ഏതിനെ മാറും? എക്സിക്യൂട്ടറി കൺസിഡറേഷനും പാസ്റ്റ് കൺസിഡറേഷനും. എക്സിക്യൂട്ടർ കൺസിഡറേഷൻ ഓർ പ്രസന്റ് കൺസിഡറേഷൻ refers to consideration which takes place simultaneously with a promise. ഒരു പ്രോമിസോടുകൂടി സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന കൺസിഡറേഷനാണ് പാസ്റ്റ് കൺസിഡറേഷൻ. ദസ് ഇഫ് ഹി ബൈസ് എ വാച്ച് ഫ്രം എ വാച്ച് ഷോപ്പ് and pays the price and then watch seller delivers the watch, then there is a consideration is executed consideration. അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങുന്നു, പൈസ അപ്പോഴേ കൊടുത്താൽ an executed consideration, since it is performed simultaneously by both parties. പൈസ അങ്ങോട്ട് കൊടുക്കുന്നു, കാശ് കയ്യിലേ ദോശ വായിലേ, എക്സിക്യൂട്ടർ കൺസിഡറേഷൻ. കേട്ടോ, മനസ്സിലായോ? മനസ്സിലായി. ചൊല്ലാണ് കാശ് കയ്യിലേ എന്ന് പറഞ്ഞാൽ പൈസ അങ്ങോട്ട് കൊടുക്കുമ്പോൾ സാധനം ഇങ്ങോട്ട് തരും, അല്ലെങ്കിൽ സാധനം ഇങ്ങോട്ട് തരുമ്പോൾ പൈസ അങ്ങോട്ട് കൊടുക്കണം. നാളെ ആവട്ടെ കേട്ടോ, ഇന്ന് കടം പറഞ്ഞു വന്നു. അടുത്ത്, എക്സിക്യൂട്ടറി കൺസിഡറേഷൻ ഓൺ ദി അതർ ഹാൻഡ് refers the consideration for a promise which is to be furnished in a future. എക്സിക്യൂട്ടറി കൺസിഡറേഷൻ നടപ്പാക്കും, എക്സിക്യൂട്ടഡ് അല്ല. എക്സിക്യൂട്ടറി കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ പൈസ തരാം എന്ന് പറയുന്നതാണ് എക്സിക്യൂട്ടർ. സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങനെ എല്ലാ ദിവസവും ജോലി ചെയ്ത് കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞിട്ട് അടുത്ത മാസം പൈസ തരാം, അല്ലേ? ഈ മാസം ചെയ്യുന്ന ജോലിക്ക് അടുത്ത മാസം പൈസ തരാം എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ ആണ്, അല്ലേ? ഫോർ എക്സാമ്പിൾ, എ പ്രോമിസസ് ടു പെയിന്റ് എ പിക്ചർ ഓഫ് 3 months. In return of this promise to pay a ₹100, since the promise of art reciprocal to have performed in the future. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചുപോയി, ഉമ്മൻചാണ്ടിയുടെ രേഖാചിത്രം വരച്ചു തരണം, എൻ്റെ വീട്ടിൽ വന്ന് വരച്ചു തരണം. 30 ദിവസം കൊണ്ടേ പൂർത്തിയാവും. ശരി, വരച്ചു തരുന്നതിന് പൈസ തരാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സിക്യൂട്ടറി കൺസിഡറേഷൻ. അയാൾ എൻ്റെ വീട്ടിൽ വന്ന് ഉമ്മൻചാണ്ടിയുടെ പടം വരയ്ക്കും, വരച്ചിട്ട് വൈകിട്ട് പോകുമ്പോൾ പൈസ കൊടുക്കുക, വരച്ച് തീർന്നിട്ടേ പൈസ കൊടുക്കും. മനസ്സിലായോ? പാസ്റ്റ് കൺസിഡറേഷൻ. In English law, past consideration is no consideration. Only exception being doctrine of enunciated in the Lampeg versus Brathwaite എന്ന് പറഞ്ഞ കേസിൽ past consideration will support subsequent promise and the consideration was given in a request of promise. അങ്ങനെ പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് റിക്വസ്റ്റ് ഓഫ് പ്രോമിസ്. ഇപ്പോൾ നമ്മളൊരാളുടെ എന്ന് പറയുന്നു, അപ്പോൾ നമുക്കൊരു കട്ടിൽ പണിയാണ്, തേക്ക് കൊണ്ടൊരു കട്ടിൽ പണിയാണ്. അപ്പോൾ അയാൾ പറയാണ് തേക്ക് എടുക്കണം, അത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം, പൈസ ഇല്ല കയ്യിൽ. അഡ്വാൻസ് ആയിട്ട് പൈസ തന്നാൽ എന്ത് ചെയ്യാം? തേക്ക് കൊണ്ടുവന്ന് കട്ടിൽ പണിയാണ്. കട്ടിലും തേക്കും കൂടെ എത്ര രൂപയാണ്? ശരി, ആ പൈസ ആദ്യം തരണമെന്ന് പറഞ്ഞാൽ പാസ്റ്റ്. മനസ്സിലായോ? പാസ്റ്റ് കൺസെഷൻ വിൽ സപ്പോർട്ട് സബ്സിക്വന്റ് പ്രോമിസ് ആൻഡ് കൺസെഷൻ ആർ ഗിവൻ എ റിക്വസ്റ്റ് ഓഫ് പ്രോമിസ്. ഇൻ ഇന്ത്യ, സെക്ഷൻ 3 enact obviously following the decision of Lampeg versus Preston that if the past service were done in a request of the promiser, it will be valuable consideration for the subsequent promise reward by the promiser. അപ്പോൾ പാസ്റ്റ് കൺസിഡറേഷൻ കൊടുത്താൽ റിവാർഡ് ബൈ ദ പ്രോമിസർ ഈസ് വാലിഡ്. ഇത് കിട്ടിയോ? അപ്പോൾ ഈ പേജ് വായിച്ചേ. 3. Consideration need not be adequate. Adequacy of consideration is the lookout of the promiser, and it is not the
business of courts to adjudicate on the sufficiency or insufficiency of consideration. However, in case the plea of coercion, fraud, or undue influence is raised by a party to a contract, the adequacy of consideration will also form the part of the evidence to be considered in deciding the case. For consideration must not be illusory but real and competent. If a man promises to convert an ordinary paper into currency notes or to make parallel line meet, it is illusory consideration. Consideration should also not be vague. 5. Pre-existing legal obligation. If a person is already bound by statutory or official duty to do a particular act, the performance of the act cannot be the consideration of a promise. Similarly, an agreement to perform a contractual duty with a person to whom it is already owed it is not made for consideration. However, a promise by A to perform an existing obligation to B will suffice to support a promise by C to A in Shedwell versus Shedwell 1860. A was engaged to marry B and C promised A an annuity of rupees 150 in consideration of his marrying B. On his marriage with B, it was held that the fulfillment of A's contract with B was sufficient consideration to support C's promise to pay the annuity. 6. Consideration must be legal or lawful. Section 23 of the Indian Contract Act states consideration or object of an agreement is lawful unless it is forbidden by law or if is of such a nature that, if permitted, I would defeat the provision of any law or is fraudulent or involves or implies injury to the person or property of another, or the court regards it as immoral or opposed to public policy. In such of these cases, the consideration or object of an agreement is said to be unlawful. Every agreement of which the object or consideration is unlawful is void. For example, A promises to obtain for B an employment in the public services and B promises to pay rupees 1000 to A. The agreement is void as the consideration for it is unlawful. 7. It may be past, present, and future. Executed or executory and past consideration. Executed consideration or present consideration refers to consideration which takes place simultaneously with the promise. Thus, if C buys a watch from a watch shop and pays the price and the watch seller delivers the watch then and there, the consideration is executed since it is performed simultaneously by both parties. Executory consideration, on the other hand, refers to consideration for a promise which is to be furnished in the future. Example: A promises to paint a picture in 3 months in return for the in return for which B promises to pay A rupees 100. Since the promises which are reciprocal have to be performed in the future, the contract is a contract with executory consideration. Past consideration in English law, past consideration is no consideration. The only exception being the doctrine enunciated in Lamplick versus Brathwaite AD. A past consideration given given at the request of the promiser. In India, Section 2 Clause D enacts obviously following the decision in Lamprey versus Brathwaite that if past services were done at the request of the promiser, it will be a valuable consideration for a subsequent promiser reward by the promiser. കഴിഞ്ഞോ? സാർ കഴിഞ്ഞു. ആ, ബാക്കി നാളെ എടുത്താൽ മതിയോ? മതി സാർ. യെസ്. താങ്ക്